ഷഫീദ്, ഇപ്പോൾ ഈ ദേവസ്വം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സ്വാഭാവികമായി ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിവുണ്ടാകേണ്ടതാണ്. അപ്പോൾ അങ്ങനെ അറിവുണ്ടായിട്ടും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധ്യമുണ്ടായിട്ട് ഒന്നും ചെയ്തില്ല എന്നാണോ? മറിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ സന്നിധാനത്തെത്തി, അവിടെ നിർണായക കേന്ദ്രമായി മാറി, ഈ തട്ടിപ്പ് നടത്തി, അപ്പോൾ അതിന്റെ സഹായക സ്ഥാനത്ത് പത്മകുമാർ ഉണ്ടായിരുന്നു എന്നാണോ? അതോ ഇതിന്റെ ഒരു സൂത്രധാര സ്ഥാനത്തേക്ക് പത്മകുമാർ വന്നുവെന്നാണോ? ഈ അറസ്റ്റിൽ എന്താണ് SIT ഇപ്പോൾ വിശദീകരിക്കുന്നത്? ഉന്മേഷ, ഈ സൂത്രധാരൻ എന്ന രീതിയിൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ആസൂത്രണത്തിൽ പത്മകുമാറിന് ധാരണയുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം കരുതുന്ന കാര്യം. മാത്രവുമല്ല, ഇതിൽ ശ്രദ്ധേയമായ മറ്റൊരു നീക്കം കൂടി അന്വേഷണ സംഘം നടത്തുന്നത്, അതിൽ ഈ പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുള്ളയാളാണ്. മാത്രവുമല്ല, പത്മകുമാറിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കാര്യമായി അറിവുള്ളയാളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിക്കുന്നതിലും ഈ വിഷയങ്ങൾ, അതായത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയാണെങ്കിലും കട്ടിടപ്പാളിയാണെങ്കിലും ഇതൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്ന കാര്യത്തിലൊക്കെ ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അതിൽ പത്മകുമാറിന് ധാരണയുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. മാത്രവുമല്ല, ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി അത് സംസ്ഥാനത്തിന് പുറത്തേക്ക് ഹൈദരാബാദ്, ബാംഗ്ലൂര്, ചെന്നൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചതിലടക്കം പത്മകുമാറിന് പങ്കുണ്ടോ, അവരിൽ ആരെങ്കിലുമായി പത്മകുമാറിന് ബന്ധമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന നിലപാടാണ് SITക്ക് ഇപ്പോഴുള്ളത്. അതിന്റെ കൂടി ആവശ്യകത പരിഗണിച്ചുകൊണ്ടാണ് അറസ്റ്റിലേക്ക് കടന്നത്. നിലവിൽ ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ തൊട്ടടുത്ത മണിക്കൂറിൽ ഒരു പക്ഷേ പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകാം. കൊല്ലം വിജിലൻസ് കോടതിയിൽ കൊടുത്തതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തുടർ നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.